Hello, good morning everyone. Today we are going to learn 8th Standard History, Chapter 12, ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്? നമുക്കിതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ലോക ജലദിനം എന്നാണ്. ഇത് PSC ടെസ്റ്റിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്നാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്. മാർച്ച് 22 ആണ്, അതായത് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. ഇത് ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം, അതായത് നമുക്ക് വായു എന്നതുപോലെ തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ജലമില്ലാതെയും വായു ഇല്ലാതെയും ഒന്നും ജീവിക്കാനേ പറ്റുമോ? ഇല്ല. അപ്പോൾ ജലം നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താണ് ജീവജലം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ജീവജലം? ജീവജലം എന്ന് പറയുന്നത്, അതായത് സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. സൗരയൂഥത്തിലെ ജീവഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഏതാണ്? സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജീവൻ ആദ്യം ഉണ്ടായത് എവിടെയാണ് എന്ന് ക്വസ്റ്റ്യൻ വന്ന ഏതാണ്? ജീവൻ ആദ്യം ഉണ്ടായത് ജലത്തിലാണെന്നാണ് നിഗമനം. അപ്പോൾ അത് ഓർത്തു വെക്കുക. ജലം ഏതെല്ലാം അവസ്ഥകളിലാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത്? അത് നമുക്കറിയാമല്ലോ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും, അല്ലെ? ഭൂമിക്ക് ജലഗ്രഹം എന്നും പേരുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിക്ക് ജലഗ്രഹം എന്ന് പേര് കിട്ടിയത്? അതായത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏതാണ്ട് 71%, നമുക്കറിയാം കര വളരെ കുറവാണ്, ജലമാണ് കൂടുതലെന്ന് നമുക്കറിയാം. അപ്പോൾ ഭൂമിയുടെ 3/4 ഭാഗവും എന്താണ്? ഭൂമിയുടെ വിസ്തൃതിയുടെ 3/4 ഭാഗവും ജലമാണ്. അതായത് ഉപരിതലത്തിന്റെ ഏതാണ്ട് 71% ജലമായതിനാലാണ് ഈ ജലത്തെ അറിയപ്പെടുന്നത്? ജലഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത്, നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് കാരണം? ഈ ജലത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ ഉപരിതലത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും എന്താണ്? 71% ജലമായതുകൊണ്ടാണ് ജലത്തെ ജലഗ്രഹം എന്ന് ഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. അത് ഓർത്തു വെക്കുക. പിന്നെ അടുത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? മഞ്ഞുകട്ട എന്തുകൊണ്ടാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അതായത് സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ്, കൂടുന്നത് കൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ? അതായത് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ്. അപ്പൊ എന്താണ്? സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളിക്കടിയിൽ ജലം കാണപ്പെടുന്നു. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ശൈത്യമേഖലയിലുള്ള ജലാശയങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? തണുത്തുറഞ്ഞു കിടക്കുകയും അതുപോലെ തന്നെ ജനജീവികളെല്ലാം എന്ത് ചെയ്യും? ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളിക്കിടയിൽ ജലം കാണപ്പെടുന്നത് കൊണ്ടാണ് അവിടെ ജീവൻ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, ജലഗ്രഹവും ഭൂമിയാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 3/4 ഭാഗവും ജലമായതുകൊണ്ടാണ്. അടുത്ത് എത്ര തരത്തിലുള്ള ജലം നമുക്കുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ശുദ്ധജലം, സെക്കൻഡ് വൺ അപ്രാപ്യമായ ശുദ്ധജലം, തേർഡ് വൺ ലവണജലം. അതായത് ഇതില് ശുദ്ധജലം എന്ന് പറയുന്നത് 0.33 ആണ്, അതായത് 0.33% ആണ് ശുദ്ധജലം ഭൂമിയിലുള്ളത്. അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറയുമ്പോൾ 2.67% ആണ്. ലവണജലം അഥവാ ഉപ്പുവെള്ളമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 97% എന്താണ്? ലവണജലമാണ്. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ധ്രുവ പ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിൽ ഭൂഗർഭ ജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലങ്ങളാണ്. അപ്പോൾ ധ്രുവ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലമാണ് എന്ന് ഓർത്തു വെക്കുക. അതായത് നമുക്കറിയാം ഭൂമിയിൽ ലവണജലമാണോ ശുദ്ധജലമാണോ ഉള്ളത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക.
അതുപോലെ തന്നെ വേറൊന്ന് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജലപരിവൃത്തി അഥവാ വാട്ടർ സൈക്കിൾ എന്താണ്. എന്താണ് ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ? അതായത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതായത് മഴ പെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ ജലം എന്ത് ചെയ്യും? ഒഴുകി കുറച്ച് ജലം ഭൂഗർഭ ജലമായി ഭൂമിക്കടിയിലോട്ട് പോകും, ആണല്ലോ. കുറച്ച് ജലം എന്ത് ചെയ്യും? ബാക്കിയുള്ള ജലം എന്ത് ചെയ്യും? തടാകങ്ങളിലേക്ക് പോകും, പിന്നെ ബാക്കിയുള്ളത് സമുദ്രത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തടാകങ്ങളിൽ വെച്ചും അതുപോലെ തന്നെ സമുദ്രങ്ങളിൽ വെച്ചൊക്കെ എന്ത് സംഭവിക്കും? ബാഷ്പീകരണം സംഭവിക്കും. അതുപോലെ തന്നെ ഈ ബാഷ്പീകരണം ഇവിടെ മാത്രമല്ല നടക്കുന്നത്, സസ്യങ്ങളുടെ സ്വേദനം മൂലവും ബാഷ്പീകരണം നടക്കും. അപ്പോൾ ബാഷ്പീകരണം ഈ രണ്ട് സ്ഥലത്തെയും ബാഷ്പീകരണങ്ങൾ ചേർന്ന് എന്താവും? മേഘമായി മാറും, അതായത് ഘനീകരണം ഉണ്ടാകും. അപ്പോൾ ഈ മേഘം എന്ത് ചെയ്യും? വീണ്ടും മഴയായി പെയ്യും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ സൈക്കിൾ അഥവാ ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഐ വിൽ റിപ്പീറ്റ് അഗെയിൻ. ഓക്കെ, ആദ്യം മഴയുണ്ടാകുന്നു, മഴവെള്ളം ഒലിച്ച് എവിടെ എത്തുന്നു? തടാകങ്ങളിലേക്ക് പോകുന്നു. അതുവഴിക്ക് ചിലപ്പോൾ ഭൂഗർഭ ജലത്തിലോട്ട്, അതായത് ഭൂമിക്കടിയിൽ കുറച്ച് വെള്ളം ശേഖരിക്കപ്പെടുന്നു. നദികളിലോട്ട് ഒഴുകുന്ന വെള്ളം സമുദ്രത്തിലോട്ട് പോകുന്നു. നദികളിലും അതുപോലെ തന്നെ തടാകങ്ങളിലും സമുദ്രങ്ങളിലൊക്കെ വെച്ച് എന്ത് സംഭവിക്കും? ബാഷ്പീകരണം സംഭവിക്കുന്നു. സസ്യങ്ങളുടെ സ്വേദന മൂലവും ബാഷ്പീകരണം സംഭവിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്ത് സംഭവിക്കുന്നു? മേഘം ഉണ്ടാകുന്നു, അതായത് ഘനീകരണം സംഭവിക്കുന്നു. ആ ഘനീകരണം പിന്നെ എന്ത് ചെയ്യുന്നു? മഴയായി വീണ്ടും ഭൂമിയിൽ പതിക്കുന്നു. അതാണ് നമ്മുടെ മഴ എന്ന് പറയുന്നത്, അതായത് ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്കറിയാം ഈ ജലാശയങ്ങൾ, ജലസ്രോതസ്സുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ? അതായത് ഉപരിതല ജലസ്രോതസ്സുകൾ എന്നും പിന്നെയുള്ളത് ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നും. ഏതൊക്കെയാണ്? ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും. എന്താണ് ഉപരിതല ജലസ്രോതസ്സുകൾ? അതായത് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയ്ക്കാണ് ഉപരിതല ജലസ്രോതസ്സുകൾ അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ് അല്ലെ? അപ്പോൾ അങ്ങനെ ഉള്ളതാണ് സമുദ്രങ്ങളും നദികളും തടാകങ്ങളും കായലുകളും ഒക്കെയാണ് ഉപരിതലത്തിലുള്ളത്. അടുത്തത് ഇന്റേണൽ ആയിട്ട് കാണപ്പെടുന്ന ആണ് ഏത്? കിണർ, കുളം, കുഴൽ കിണർ തുടങ്ങിയവയിലാണ് എന്തുള്ളത്? ഭൂമിക്കടിയിലാണ് ഭൂഗർഭ ജലമുള്ളത് അല്ലെ? അത് നമുക്ക് കാണാൻ പറ്റൂ? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് ഭൂഗർഭ ജല സ്രോതസ്സുകളാണ്. അതാണ് ഭൂഗർഭ ജലം. അപ്പോൾ ജലം രണ്ട് രീതിയിലുണ്ട്. ഏതാണ്? ഉപരിതല ജലസ്രോതസ്സുകളെന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക. അതൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആണല്ലോ. അടുത്തത് മണ്ണിനടിയിലെ ജലം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മണ്ണിനടിയിലെ ജലം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമുക്കറിയാം മണ്ണിനടിയിലെ ജലം എന്ന് പറയുമ്പോൾ മഴയാണ് മണ്ണിലേക്ക് എന്ത് എത്തിക്കുന്നത്? വെള്ളം എത്തിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ മഴത്തുള്ളികൾ എന്ത് ചെയ്യും? മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങൾ മണ്ണിലുണ്ട്. അതുകൊണ്ടാണ് മണ്ണിൽ കൂടെ ഇങ്ങനെ ജലം വരുമ്പോൾ ഈ മണ്ണ് എന്ത് ചെയ്യും? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഈ ജലത്തെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ണിൽ എന്തുണ്ട്? നിരവധി സുഷിരങ്ങൾ ഉണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? പോർ സ്പേസസ് എന്നാണ്. മണ്ണിൽ കാണപ്പെടുന്ന നിരവധി സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പോർ സ്പേസസ് അഥവാ സൂക്ഷ്മ സുഷിരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരതാവസ്ഥ. എന്താണ് സുഷിരതാവസ്ഥ? മണ്ണിനടിയിൽ സുഷിരങ്ങളുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് സുഷിരതാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി. ഇത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. മണ്ണിൽ സുഷിരങ്ങളുള്ള അവസ്ഥയെ അറിയപ്പെടുന്ന പേര് എന്താണ്? പോറോസിറ്റി അഥവാ സുഷിരതാവസ്ഥ. ഇത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സുഷിരതാവസ്ഥയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് കളിമണ്ണ് എന്ന് പറയുന്നത്. കളിമണ്ണ് സുഷിരതാവസ്ഥയ്ക്ക് നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സാധാരണ സുഷിരങ്ങളിൽ വായുവാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ മഴയിലൂടെയോ മറ്റ് ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ എന്ത് ചെയ്യും? ജലം നിറയും അല്ലെ? അപ്പോൾ മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും സുഷിരതാവസ്ഥ കൂടുതലായിരിക്കും. അതായത് അത്തരം ശിലകളിൽ എന്ത് ചെയ്യും? ജലം ഏറെ സംഭരിക്കപ്പെടും. ഓക്കെ, എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് വേണം? സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം. ബന്ധിപ്പിക്കപ്പെട്ട ശിലകളിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കൂ? ജലലഭ്യത ലഭിക്കുകയുള്ളൂ.
അപ്പോൾ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണിത്. ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് എന്ത് അറിയപ്പെടുന്നത്? പ്രവേശനീയത. എന്താണ് പ്രവേശനീയത എന്ന് അറിയപ്പെടുന്നത്? ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് എന്തറിയപ്പെടുന്നത്? പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ പോർ സ്പേസ് എന്താണെന്ന് പഠിച്ചു, പോറോസിറ്റി പഠിച്ചു, പ്രവേശനീയത അഥവാ പെർമിയബിലിറ്റി എന്താണെന്ന് നോക്കി വെക്കുക. അപ്പോൾ സുഷിരങ്ങളിലൂടെ ജലത്തിന് അതായത് രണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രം എന്ത് ചെയ്യും? ജലലഭ്യത ഉണ്ടാകും. ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത്തരം ശിലകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പ്രവേശനീയത അഥവാ എന്താണ്? പെർമിയബിലിറ്റി എന്ന് ഓർത്തു വെക്കുക. അടുത്ത ഇവിടെ തന്നിട്ടുണ്ട്, പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. അങ്ങനെ അത്തരം പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇപ്പൊ ഫോണിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം നീരൊഴുക്കുകളാണ് ചൂട് നീരുറവകൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അങ്ങനെയുള്ള, അതായത് ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകളാണ് എന്തറിയപ്പെടുന്നത്? ചൂട് നീരുറവകൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ചൂട് നീരുറവകൾ കാണപ്പെടുന്നത്? കൂടുതലായി എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന്റെ താഴ്വരകളിലാണ്. എവിടെയാണ്? ഹിമാലയത്തിന്റെ താഴ്വരകളിലാണ് കൂടുതലായി എന്ത് കാണപ്പെടുന്നത്? ഈ ചൂട് നീരുറവകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ്? മരുപ്പച്ചകൾ എന്നാണ്. മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മരുഭൂമികളിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത്. വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ മരുപ്പച്ചകൾ ഉള്ളിടത്ത് മാത്രമായിരിക്കും മനുഷ്യവാസം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? മരുപ്പച്ച. അതുപോലെ തന്നെ ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ചൂടുള്ള ജലം ഒഴുകിയെത്തുന്ന പ്രവണതയെ പറയുന്ന പേരെന്താണ്? നീരൊഴുക്കുകളെ പറയുന്ന പേരാണ് ചൂട് നീരുറവകൾ. അത് ഓർത്തു വെക്കുക. കൂടുതലായി കാണപ്പെടുന്നത് ഹിമാലയത്തിന്റെ താഴ്വരകളിലാണ്, അതും ഓർത്തു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മണ്ണിനടിയിലെ ജലത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സുഷിരിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് കളിമണ്ണിന് സുഷിരിത അവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത ഏറെ കുറവാണ്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കളിമണ്ണിന് പ്രവേശനീയത ഇല്ല, സുഷിരിതാവസ്ഥ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ജലത്തെ എന്ത് ചെയ്യില്ല? ഉള്ളിലേക്ക് കടത്തിവിടില്ല. ഓക്കെ, മറ്റിടങ്ങളെ അപേക്ഷിച്ച് അതാണ് ഈ നെൽപ്പാടങ്ങളൊക്കെ, അത് പാടങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. അതായത് കളിമണ്ണിന് സുഷിരതാവസ്ഥ ഏറെയുണ്ട്, പക്ഷെ എന്തില്ല? പ്രവേശനീയത തീരെ കുറവാണ്. അതുകൊണ്ടാണ് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നമുക്കറിയാം. മഴ പെയ്യുമ്പോൾ മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വയ്ക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ കിണർ നിർമ്മാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ കുഴിയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അതായത് മണ്ണിൽ ആഴം കൂടുന്തോറും പൊതുവെ മണ്ണിന്റെ എന്ത് വർദ്ധിക്കും? നനവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം ആഴ്ന്നിറങ്ങി കുഴിയിൽ നിറയുന്നു. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഇതിനെ ജലസമൃദ്ധി എന്ന് അറിയപ്പെടുന്നത്. അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് എന്താ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കുക. അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പിനെയാണ് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ജലപീഠം എന്ന് പറയുന്നത്? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ ഭാഗമാണ് എന്ത്? ഈ ജലപീഠം എന്ന് അറിയാതെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തെയാണ് എന്ത് അറിയപ്പെടുന്നത്? ജലപീഠം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഭൂഗർഭ ജലം. അതായത് ഉപരിതല ജലമുണ്ട്, അത് കിടക്കുന്നുണ്ട്, അരിച്ചിറങ്ങലുണ്ട്, ജലപൂരിതമായ ശിലകളുണ്ട്. അപ്പോൾ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്
ഇതൊക്കെയാണ് അതില് ഒരു കോളം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒന്ന് വിട്ടുപോയി പറയാൻ. എന്താണ് വാട്ട് ഈസ് സോറി എന്താണ് അക്വിഫറുകൾ? എന്താണ് അക്വിഫറുകൾ? അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്വിഫറുകൾ എന്ന് പറയുന്നത്. അതായത് മേൽമണ്ണിൽ നിന്നും ആഴ്ന്നിറങ്ങുന്ന ജലം എവിടെ എത്തുന്നു? മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ആ നീര അറകളെയാണ് എന്തറിയപ്പെടുന്നത്? അക്വിഫറുകൾ എന്ന് അറിയപ്പെടുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഓർത്തു വെക്കുക. എന്താണ് അക്വിഫറുകൾ, എന്താണ് ജലപീഠം, എന്താണ് ഭൂഗർഭജലം എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. നമുക്കറിയാം കിണറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള കിണറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള കിണർ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ഭൂമിക്കടിയിലേക്ക് യന്ത്ര സഹായത്തോടെ പാറ തുരന്നാണ് എന്തുണ്ടാക്കുന്നത്? കുഴൽ കിണർ അല്ലെങ്കിൽ ട്യൂബ് വെൽ സ്ഥാപിക്കുന്നത്. അപ്പൊ കുഴൽ കിണർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കുഴൽ കിണർ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ഭൂമിക്കടിയിലേക്ക് യന്ത്ര സഹായത്തോടെ പാറ തുരന്നാണ് കുഴൽ കിണർ സ്ഥാപിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് അരിപ്പക്കിണറുകൾ എന്താണ്? അതായത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പക്കിണറുകൾ അഥവാ ഫിൽറ്റർ പോയിന്റ് വെൽസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ്. അതെന്ത് കിണറുകളെന്ന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. എന്താണ്? അരിപ്പക്കിണറുകൾ. അടുത്തത് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടീഷ്യൻ കിണർ എന്ന് പറയുന്നത് അതായത് പ്രവേശനീയതയുള്ള ശിലയും പ്രവേശനീയത ഇല്ലാത്ത രണ്ട് ശിലകളും ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കായിട്ടാണ് ഈ ജലമുള്ള ഒരു ഭാഗം ഉണ്ടാവുന്നത്. അതാണ് ജലപീഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ശിലകളുടെയും മർദ്ദം കാരണം എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് ജലം എന്ത് ചെയ്യും? ഉപരിതലത്തിൽ എത്തിപ്പെടുന്നത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രവേശനീയത ഉള്ള ശിലയും പ്രവേശനീയത ഇല്ലാത്ത ശിലകൾക്കും ഇടയിൽ ഉള്ള ഈ രണ്ട് ശിലകളുടെ സമ്മർദ്ദം കാരണം ഇവിടെ എന്ത് വരും? ജലം അവൈലബിൾ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ജലം എന്ത് ചെയ്യും? മുകളിലേക്ക് സമ്മർദ്ദം കാരണം മുകളിലേക്ക് എത്തുന്നു. ഇതാണ് വാട്ടർ ടേബിൾ അഥവാ ജലപീഠം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു മോഡൽ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ജലം മുകളിലേക്ക് എത്തുന്നു. ഓക്കെ, അതാണ് ദാറ്റ് ഈസ് കോൾഡ് ആർട്ടീഷ്യൻ വെൽ എന്ന് അറിയപ്പെടുന്നത്. അത് ഓർത്തു വെക്കുക. അടുത്ത നമുക്ക് നോക്കാം. അതായത് നമ്മൾ ശിലാപാളി കുഴിക്കുമ്പോൾ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തുന്നു. അത്തരം കിണറുകളെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അതായത് എന്താണ്? ശിലാപാളി, ചിലപ്പോൾ നമ്മൾ ചില ശിലകളൊക്കെ ശിലാപാളി കുഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ജലം എന്ത് ചെയ്യും? അതിലൂടെ സമ്മർദ്ദം കാരണം ഉയർന്ന് ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളെ അറിയപ്പെടുന്ന പേരാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ഓക്കെ, അടുത്തത് പ്രവേശനീയത ഉള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ജലലഭ്യത ഉണ്ടാകുന്നത്. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന് ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കുക, ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി ഉയർന്നു വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന് പറയുന്ന പ്ലേസ് ഓർത്തു വെക്കുക. അതേ തുടർന്ന് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകൾ ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീരുറവ എന്താണ്? ഓക്കെ, എന്താണ് നീരുറവ? നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് എന്ത് ചെയ്യും? ഈ പറമ്പുകളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഉറവകൾ രൂപം കൊള്ളും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ്? ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതാണ് നീരുറവ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഭൗമോപരിതലത്തിലെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം എന്ത് ചെയ്യും? ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലോട്ട് വരും. ഇതാണ് നീരുറവ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വെള്ളത്തിന് എന്തായിരിക്കും? ചൂടുണ്ടായിരിക്കും. ഇതിന് ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്നറിയപ്പെടും. ഇതൊക്കെ നല്ലപോലെ വായിക്കുക. എന്താണ് ചൂട് നീരുറവ? നമുക്കറിയാം, ഭൂമിക്കിടയിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരുമ്പോൾ അത് ചൂടായി കാണും അല്ലെ, ചൂടായിട്ട് കാണും. അപ്പോൾ അതെന്താണ്? അതിനെയാണ് ചൂട് നീരുറവ അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് എന്ന് അറിയപ്പെടുന്നത്.
അടുത്തത് എന്താണ് ഗിസറുകൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗീസറുകൾ? അതായത് ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവി ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നിശ്ചിത ഇടവേളകളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഗീസർ എവിടെയാണുള്ളത്? അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഉള്ളത്. ഇതും ഓർത്തു വെക്കുക. എന്താണ് ഗീസർ? നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവി ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? ഗീസറുകൾ. ഓർത്തു വെക്കുക. എന്താണ് നീരുറവ? അത് ഓർത്തു വെക്കുക. അടുത്ത എന്താണ്? സുരംഗ കിണറുകൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകളുടെ നിർമ്മാണം. അതായത് കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നാണ് ഇവ നിർമ്മിക്കുന്നത്. ഇതിനകത്ത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമേ കടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള കിണറുകളിലൂടെ വെള്ളം താനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകിയെത്തും എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അറേബ്യയുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളിലൂടെയാണ് ഈ വിദ്യ ഇവിടെ എത്തിയതെന്ന് കരുതപ്പെടും. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ വെൽസ് എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെക്കുക. അപ്പോൾ അറിയാലോ, കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സുരംഗ കിണറുകൾ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എന്താണ് ഗീസറുകൾ എന്ന് നമ്മൾ പഠിച്ചു. നീരുറവ എന്താന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ജലപീഠം എന്ന് പഠിച്ചു. ആർട്ടീഷ്യൻ കിണറുകൾ പഠിച്ചു. അരിപ്പ കിണറുകൾ പഠിച്ചു. പിന്നെ എന്താണ് ഭൂഗർഭ ജലം എന്ന് നമ്മൾ പഠിച്ചു. ജലപീഠം പഠിച്ചു. ഇപ്പോൾ അക്വിഫറുകൾ എന്താണ്? ഇതൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നീരുറവ എന്താണ്? അത് പഠിച്ചു. പിന്നെ പോറോസിറ്റി എന്താണ്? പോർ സ്പേസസ് എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വാട്ടർ സൈക്കിളൊക്കെ നല്ലപോലെ നോക്കി വെക്കുക. എത്ര തരത്തിലുള്ള ജലമുണ്ട് എന്ന് അത് നോക്കി വെക്കുക. എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കി വെക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അതുവരേക്കും ഇനി നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ. Now let's wind up this section. Okay, if you like my channel, please like, share and subscribe. Okay, thank you.